വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്ക് 2019 പോകാം. 2019 മുമ്പ് കുറച്ച് നാളുകളിലേക്കൂടെ നമുക്കൊന്ന് പോകേണ്ടി വരും. കാരണം ഇന്ത്യ റഫാൽ വാങ്ങിച്ചപ്പോൾ ഇവിടെ കിടന്ന് ഓരിയിട്ടിരുന്ന കുറച്ച് സുഡാപ്പികളുണ്ട്. ആ സുഡാപ്പികളിലേക്ക് കൂടെ നമുക്കൊന്ന് പോകണം. അത് പിന്നീട് ഒരു വാർത്തയിൽ നമുക്ക് പോകാം. ഇപ്പോൾ ഇന്ത്യ S-400 എന്ന് പറയുന്ന നമ്മുടെ ഉരുക്കു കോട്ട, അതായത് പാകിസ്ഥാന്റെ ഒരു മിസൈൽ പോലും നമ്മുടെ ജനങ്ങളുടെ ഒരു രോമം പോലും പിഴാൻ അകത്തേക്ക് കടത്തിവിടാത്ത റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിച്ച S-400 എയർ ഡിഫൻസ് സിസ്റ്റം. ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ മേടിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. 2019 നവംബറിൽ മനോരമ ഓൺലൈനിലെ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതാണ് ആ വാർത്ത. ആ വാർത്ത നോക്കൂ. പാകിസ്ഥാനിലെ മിക്ക വ്യോമത്താവളങ്ങളിൽ നിന്നും ഒരു പോർ വിമാനം പറന്നുയർന്നാൽ അപ്പോൾ തന്നെ അത് ഇന്ത്യയുടെ റഡാർ ദൃഷ്ടിയിൽ പതിയും. S-400 മിസൈൽ പെട്ടെന്ന് എത്തിക്കാൻ ഇന്ത്യ, റഷ്യയിൽ ചർച്ച, കരുതലോടെ US എന്നുള്ളതാണ് ആ വാർത്ത എന്ന് പറയുന്നത്. ഈ വാർത്തയ്ക്ക് 7.3K ലൈക്കുകളാണ് ഉള്ളത്. എന്നാൽ ഈ വാർത്തയുടെ താഴെ 2019 വമ്പൻ കരച്ചിലുമായി ചില സുഡാപ്പികൾ കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഞങ്ങൾക്കിത് പറയാനായി സാധിക്കുകയുള്ളൂ. അന്ന് അവർ കരഞ്ഞത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S-400 വാങ്ങിച്ചിട്ട് ഒരു ഗുണവുമില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് അവരുടെ അതിമാരകമായിട്ടുള്ള കരച്ചിൽ എന്ന് പറയുന്നത്. നരേന്ദ്രമോദി അടിവസ്ത്രം വരെ നമ്മുടെ രാജ്യത്തുള്ളവരെ ഊരി മേടിക്കുന്നു, S-400 മേടിച്ചിട്ട് ഒരു ഗുണവുമില്ല, ഇതൊക്കെ നരേന്ദ്രമോദിയുടെ വെറും കളികൾ മാത്രമാണ്, അഴിമതി നടത്താനുള്ള മോദിയുടെ തന്ത്രം മാത്രമാണ് എന്നൊക്കെയാണ് ഈ സുഡാപ്പികൾ അന്ന് അതിന്റെ താഴെ വന്ന് പരിതപിച്ചുകൊണ്ടിരുന്നത്. സുഡാപ്പികൾ മാത്രമല്ല, കമ്മിക്കുട്ടന്മാരും അതിന്റെ താഴെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. യുദ്ധക്കൊതി തീരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, സമാധാനത്തിന് വേണ്ടി മാത്രം 51 വെട്ടി കൊല്ലുന്ന കമ്മിക്കുട്ടന്മാരും അതിന്റെ താഴെ ഉണ്ടായിരുന്നു. എന്തായാലും അതിലെ ചില കമന്റുകൾ, വളരെ രസകരമായി തോന്നിയ ചില കമന്റുകൾ ഈ സാഹചര്യത്തിൽ വായിച്ചാൽ റെലവന്റ് ആയിരിക്കുമെന്ന് ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിന് തോന്നുന്നു. അതുകൊണ്ടാണ് ചില കമന്റുകൾ വായിക്കുന്നത്. ആദ്യത്തെ കമന്റ് അബു ഫർഹാൻ വിളക്കോട് എന്ന് പറയുന്ന ഒരാളുടെ കമന്റാണ്. ഇനി ഇതിന്റെ കണ്ണിൽ പെടാതെ പറക്കാൻ പറ്റുന്ന വിമാനം അമേരിക്ക നിർമ്മിക്കും, എന്നിട്ട് പാകിസ്ഥാന് വിൽക്കും. ഉപഭൂഖണ്ഡത്തിലെ അസ്വാരസ്യങ്ങൾ മുതലെടുത്ത് ആയുധ കച്ചവടമാണ് നടക്കുന്നത് എന്നാണ് അബു ഫർഹാന്റെ വലിയ രീതിയിലുള്ള വിഷമം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും അമേരിക്ക നിർമ്മിച്ച് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന F-16 അടക്കമുള്ള അമേരിക്കയുടെ മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് വിമാനങ്ങൾ പോലും റഷ്യയുടെ ഇന്ത്യ വാങ്ങിച്ച S-400 നമ്മുടെ സുദർശൻ മിസൈലുകൾ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് എന്ന് അബു ഫർഹാനോട് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വലിയകത്ത് അബ്ദുൾ ജമാൽ എന്ന് പറഞ്ഞ മറ്റൊരാളുടെ കമന്റാണ് വളരെ രസകരം. ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി മൂന്നാം ലോക രാജ്യങ്ങളുടെ വിഡ്ഢി ഭരണാധികാരികൾ എന്നാണ് പറയുന്നത്. ലോകത്ത് 2 വിഭാഗമേ ഉള്ളൂ, ആയുധം വിൽക്കുന്നവരും ആയുധം വാങ്ങിക്കുന്നവരും. ആയുധം വിൽക്കുന്ന രാജ്യങ്ങൾ അതിധനികർ, വാങ്ങിച്ചു കൂട്ടുന്ന രാജ്യങ്ങൾ പട്ടിണി രാജ്യങ്ങൾ എന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് നമ്മൾ എവിടെയെങ്കിലും ഒരു ആയുധം വാങ്ങിച്ചു കഴിഞ്ഞാൽ, ആയുധം വാങ്ങാൻ അവർ കരാർ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആയുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇന്ത്യ ഇപ്പോൾ ആയുധം ഉണ്ടാക്കി വിൽക്കുന്നുമുണ്ട്, ആയുധം മേടിക്കുന്നുമുണ്ട്. അപ്പോൾ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് പട്ടിണി, വായുമലിനീകരണം, ശൂലം, ഭ്രൂണം, ഗർഭിണി എന്ന് പറയുന്ന ചില പ്രതിഭാസങ്ങൾ. അത്തരത്തിലൊരു പ്രതിഭാസമാണിത്. ഷാനുഹാൻ ഷാ റൈക്കർ എന്ന് പറയുന്ന ഒരാളുടെ കമന്റാണ്. പാകിസ്ഥാൻ എന്ന ഊതി വീർപ്പിച്ച ബലൂണിനെ എന്തിന് ഒരു എതിരാളിയായി കാണണം? രാജ്യത്തിന്റെ ഉയർച്ചയും പൗരന്മാരുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവും സാംസ്കാരികപരവുമായിട്ടുള്ള വളർച്ചയാണ് ഒരു രാജ്യത്തിന്റെ പ്രതിരോധം. ഇതറിയാതെ ഇപ്പോഴും കാളവണ്ടി യുഗത്തിൽ കിടക്കുന്ന ഇന്ത്യക്കാർ പലർക്കും മിസൈലുകളുടെ എണ്ണം കൂടുമ്പോൾ രോമാഞ്ചം വളരും. പ്രഹസനം വെറും പ്രഹസനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ആ പ്രഹസനം ഇല്ലായിരുന്നുവെങ്കിൽ ഷാനുഹാൻ ഷാ റൈക്കറിന്റെ വായിൽ ഇന്ന് പാകിസ്ഥാന്റെ മിസൈൽ വീണേനെ എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതാണ്. സുധീർ ഹുസൈൻ അത്തിമൂട്ടിൽ എന്ന് പറയുന്ന ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്ന അടിവസ്ത്രം വരെ ഊരിയെടുത്ത് GST നോട്ട് നിരോധനം എന്നൊക്കെ പറഞ്ഞു. ചായക്കടയെ നീ പുലിയാണ് കേട്ട എന്നാണ് പറയുന്നത്. അതായത് ചായക്കട നടത്തിയിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചായക്കടക്കാരിൽ നിന്ന് മോദിയായി പ്രധാനമന്ത്രിയായപ്പോൾ ഇട്ടിരിക്കുന്ന അടിവസ്ത്രം വരെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്നും ഊരി മേടിച്ച് ഓരോ അഴിമതികൾ കാണിക്കുന്നു എന്നാണ് പുള്ളി അന്തരാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും നരേന്ദ്രമോദി പുലിയാണ് എന്ന് ഇപ്പോൾ നാട്ടുകാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴും അത് മനസ്സിലാക്കാതെ ഇരിക്കുന്ന ചില പാകിസ്ഥാൻ അഭ്യുദയകാംക്ഷികൾക്ക് സങ്കടം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്തായാലും സുധീറിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്ന് കൂടെ കൂട്ടിച്ചേർക്കുന്നു. ഇസ്മയിൽ മനൻകണ്ടി എന്ന് പറയുന്ന ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നു. പണമുണ്ടെങ്കിൽ ആർക്കും കിട്ടും, വിത്ത് കുത്തി തിന്നുന്ന ഇന്ത്യക്ക് ഇത് എങ്ങനെ വാങ്ങാൻ കഴിയുമെന്നാണ് ഇയാളോട് പറയാനുള്ളത്. വിത്ത് കുത്തി തിന്നുന്ന കാലമൊക്കെ പോയി. കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദി അവിടെ ഇരുന്നത്, ഭരിച്ചത് എന്തിനാണ് എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ട്രോൾ എന്ന് പറഞ്ഞാൽ പോപ്കോണിന് 2%, കാരമൽ പോപ്കോണിന് 2% GST ഏർപ്പെടുത്തിയത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായോ സുഡാപ്പികളെ എന്നുള്ള കമന്റൊക്കെയാണ് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
മുനീർ മുനി എന്ന് പറയുന്ന ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് എത്തിച്ചിട്ട് വേണം അതിന്മേൽ നാരങ്ങ തൂക്കി വയ്ക്കാൻ, ഒരു തേങ്ങയും ഉടയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നാരങ്ങയും തേങ്ങയും എല്ലാം പാകിസ്ഥാൻ പട്ടാളത്തിന്റെ വായിലിട്ട് ഉടച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. വേറൊരു കമന്റ് ഇപ്പോൾ വരുന്നത്, കുഴൽക്കിണറിൽ വീഴുന്ന പിഞ്ച് പൈതലിനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും വസ്തു ഈ രാജ്യത്തുണ്ടോ? മുഹമ്മദ് സിദ്ദിഖാണ് കമന്റ് ഇട്ടത്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇത്തരത്തിലുള്ള ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു അഭിവൃദ്ധി വരുന്നു എന്ന് കാണുമ്പോൾ കുറെ എണ്ണം ഇറങ്ങും. കുഴൽക്കിണർ, വായു മലിനീകരണം, ശൂലം, ഭ്രൂണം, ഗർഭിണി, പട്ടിണി മരണം, ദളിതർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഈ രാജ്യത്ത് ഇറങ്ങുന്നുണ്ട്. അത്തരത്തിൽ ചില ആൾക്കാരുടെ നല്ല കമന്റുകളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിവാസ് ഇട്ടിരിക്കുന്ന കമന്റ്, അങ്ങനെ ഇവിടുത്തെ പട്ടിണിയും തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ മാറുകയാണ് സുഹൃത്തുക്കളെ, ജയ് മോദിജി എന്നുള്ളതാണ്. എന്തായാലും നിവാസ് ഇട്ടിരിക്കുന്ന ഈ കമന്റ് വളരെ രസകരമായി തോന്നി. ആ രസകരമായി തോന്നാനുള്ള കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യം കണ്ടതാണ് S-400 എന്താണ് നമ്മുടെ രാജ്യത്തിന് മേൽ ചെയ്തതെന്ന്. ഒരുപക്ഷെ ഇവരെ ഉദ്ദേശിച്ചല്ല, നമ്മുടെ രാജ്യത്തെ ചില മതമൗലികവാദികൾക്ക് ഈ രാജ്യത്ത് ഒരു 10 മിസൈൽ വീഴണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ ആ നിരാശയിൽ ഇപ്പോൾ ഇരിക്കുകയായിരിക്കും. കാരണം സോഷ്യൽ മീഡിയയിലൊന്നും ഇവരുടെ ഒരു ആക്റ്റീവ്നെസ് ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുനീർ ബിൻ സുലൈമാനും കമന്റ് ഇട്ടിട്ടുണ്ട്, എത്ര ഒരു കുട്ടി കുഴൽക്കിണറിൽ വീണ് കഴിഞ്ഞാൽ രക്ഷിക്കാനുള്ള സംവിധാനം ഈ രാജ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ട്രോളാണ് ഇപ്പോൾ ഈ പോസ്റ്റ് തിരഞ്ഞു പിടിച്ചുകൊണ്ട് അതിന്റെ താഴെ സംഘപരിവാർ ഹാൻഡിലുകൾ നടത്തുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.